കാലങ്ങളിൽ നമുക്ക് സ്ഥലങ്ങൾ അളക്കാൻ ഉപയോഗിച്ചിരുന്ന വില്ലേജ് ഓഫീസിൽ നിന്നും സ്ഥലങ്ങൾ അളക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പുരാതനമായ ഒരു ഉപകരണമാണ് ചെയിൻ സർവേ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചെയിൻ സർവേയാണ് പണ്ട് അളക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് 15 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ കണ്ണികൾ. അപ്പോൾ ഈ എത്ര കണ്ണിയാണ് ഇത് അളക്കാൻ ഉപയോഗിച്ചത് എന്ന് ഓരോ കണ്ണികളും അളക്കും. അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചിരുന്നത്. ഇതിൽ അപാകത പറഞ്ഞാൽ പിന്നെ കുറേ സ്ഥലം കൂടും, കുറേ കുറയും. അങ്ങനെയാണ് അന്ന് മീറ്റർ കണ്ടുപിടിച്ചില്ലായിരുന്നു. ഇത് നല്ല വെയിറ്റാണ്. 1947 കാലഘട്ടത്തിലാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് കാണാം. ഓരോ 20 സെൻറ്റിമീറ്ററിൽ ഓരോ കണ്ണികളാണ്. ഇത് രണ്ടും പിന്നെ എണ്ണകളാണ്. ഇത് കാണാൻ വളരെ ആശ്ചര്യമാണ്, അപൂർവമാണ് ഇത് കാണാൻ. ഇത് അങ്ങനെ പലപ്പോഴും കാണുകയില്ല. പിന്നെ വന്ന ഒരു പുതിയ ടെക്നോളജിയാണ് ഇത്. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഉപകരണമാണ്. ഇതായിരുന്നു ഒരു 3 വർഷം മുമ്പ് വരെ ഉപയോഗിച്ചിരുന്നത്. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നു. ഇതിൻ്റെ ഈ ഭാഗത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മറുവശത്ത് ഒരു ഉപകരണം വെച്ചിരിക്കും. ആ ഉപകരണം ഇതിൽ തട്ടി വീണ്ടും ഇതിലേക്ക് വരും. അങ്ങനെയാണ് ഇത് അളന്ന് തിട്ടപ്പെടുത്തുന്നത്. അതിനുശേഷം പുതിയ ഒരു ഏറ്റവും ടെക്നോളജിയായ ഏറ്റവും ലേറ്റസ്റ്റ് ഉപകരണമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേര് RTK എന്നാണ്. ഇതാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ ഉപയോഗിക്കുന്നത്. വളരെ മനോഹരമാണ്. ഇത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചുറ്റിയാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെക്കോർഡിൽ നിമിഷങ്ങളിലൊക്കെ മാറുമെന്നാണ്. അപ്പോൾ ഇതെല്ലാം 3 ഉപകരണമായിരുന്നു കണ്ടുപിടിച്ചിരുന്നത്. പിന്നെ ഇതിൽ പറയാത്തൊരു സംഗതി, നമുക്ക് മീറ്റർ ഉപയോഗിച്ച് കുറേ കാലം അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു. ഇതെല്ലാമാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് പുതിയ ടെക്നോളജികൾ കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ ടെക്നോളജി ഡിജിറ്റൽ സർവേയാണ്. ഈ ഡിജിറ്റൽ സർവേ പലവിധ ഉപയോഗങ്ങളും പലവിധ ഉപകാരങ്ങളും നമുക്കുണ്ട്. ബാങ്ക് ഇടപാടുകളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ ഇടപാടുകൾക്കും ഇപ്പോൾ ഡിജിറ്റൽ സർവേ വേണം. അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളും ഡിജിറ്റൽ സർവേ വരുന്നുണ്ട്. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും നമുക്ക് ഓരോ ടെക്നോളജികൾ മാറുന്നു എന്നാണ് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ. അതുകൊണ്ട് പഴമ എന്നും പഴയത് തന്നെ. അത് നമുക്ക് ഇതെല്ലാം നമുക്ക് വരും തലമുറയ്ക്ക് ഇതൊക്കെ വലിയൊരു കൗതുകമാണ്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളതാണ് സംഗതികളാണ് ഇവിടെയുള്ളത്.